ഹായ് ഫ്രണ്ട്സ്, നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ 20,000 താഴെ സെൻറ്റിന് വിലയുള്ള പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ കാണുന്ന പ്രോപ്പർട്ടി അതിന് പറ്റിയതാണ്. സെൻറ്റിന് 19,000 രൂപയാണ്, 19,000 റുപ്പീസാണ് ചോദിക്കുന്നത്. പെർ സെൻറ്റ് 19,000 റുപ്പീസാണ് ചോദിക്കുന്നത്. പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ മാങ്കുറിശി, അതുപോലെ അമ്മണി കോളേജിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഏകദേശം 850 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു 1.25 ഏക്കർ ഒരു പ്രോപ്പർട്ടിയും പിന്നെ ബാലൻസ് വേറെ ആയിട്ടാണ്, 2 ആധാരമായിട്ടാണ് കിടക്കുന്നത്. നമുക്കിതിൽ കുറച്ച് വാഴ കൃഷി, കുറച്ച് തെങ്ങ്, അവിടെ ഇവിടെയും കുറച്ച് പ്ലാവ്, കുറേ പാഴ്മരങ്ങൾ, അങ്ങനെ കുറച്ചൊക്കെ ഉള്ള തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഹൈവേ എന്ന് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു 100 മീറ്റർ, അതായത് ഈ 850 മീറ്റർ പറഞ്ഞതിൽ 750 മീറ്ററും 750 മീറ്ററും വന്നിട്ട് ടാർ റോഡ് കിട്ടുന്നുണ്ട്. കുറച്ച് ഒരു 100 മീറ്ററാണ് മൺ റോഡ് വരുന്നത്. അതിൽ നമുക്ക് ആ 100 മീറ്ററിൽ വന്നിട്ട് ടിപ്പറാണ് വരാൻ പറ്റുള്ളൂ. 2 ടണ്ണിൻ്റെ ടിപ്പർ വരെ വരാം. ബാക്കിയുള്ള റോഡിൽ നമുക്ക് ഈവൻ ടോറസ് വരെ വരാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ആ 100 മീറ്റർ മാത്രം വന്നിട്ട് 2 ടണ്ണ് ടിപ്പറാണ് വരാൻ പറ്റുള്ളൂ. ഇത് തരിശായി കിടക്കുന്ന ഒരു 1.25 ഏക്കറും പിന്നെ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ബാലൻസുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടിയും നിലം കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ച പൈസ പറഞ്ഞു പെർ സെൻറ്റിന് 19,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിളും ആണ്. വെള്ളത്തിൻ്റെ സോഴ്സായിട്ട് നമുക്കിവിടെ ഒരു കിണറുണ്ട്, പിന്നെ തൊട്ടടുത്ത് തന്നെ വന്നിട്ട് പഞ്ചായത്തിൻ്റെ ഒരു കുളമുണ്ട്, അതിലും വെള്ളമുണ്ട്. നമുക്കിവിടെ കിണറ്റിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കിണറ്റിലുണ്ട്. അതായത് നമുക്ക് റിങ്ങൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ അതന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണല്ലേ വാഴ കൃഷികൾ ഇഷ്ടംപോലെ നേന്ത്രവാഴയാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വേണം എന്നൊക്കെ നോക്കുന്ന ആൾക്കാർ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ടാവും. ഇത് വിളിച്ചതിന് ശേഷം വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കാരണം ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കണ്ട തരിശ് അത് വേറെ ഭാഗത്തായി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ആ മരങ്ങളൊക്കെ ഉണ്ട്, വലിയ മരങ്ങൾ കണ്ട് അതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ വാഴ നിൽക്കുന്നതല്ലാതെ ആ ഒരു ലാസ്റ്റ് മരങ്ങളൊക്കെ കാണുന്ന അതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നുണ്ട്. ഒരു എൻട്രിയിൽ നിന്ന് ലാസ്റ്റ് വരയ്ക്കും. ടോട്ടൽ 3.5 ഏക്കറാണുള്ളത്. അപ്പോൾ സെൻറ്റിന് അവരാകെ ചോദിച്ചിരിക്കുന്ന 19 ഉള്ളൂ. അതും ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിളും ആണ്. കണ്ടില്ലേ, നല്ല ഫുള്ള് പരന്ന് കിടക്കുന്ന, അധികം ഹൈറ്റോ കുന്നോ കാര്യമോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ്. വെള്ളത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇനി വാഴക്കൃഷി തന്നെ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനായിട്ട് എടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും. ഹൈവേ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വണ്ടി വരാനോ പോകാനോ കഷ്ടപ്പാടുമില്ല. അത് നമുക്ക് അതിൻ്റെ റൂട്ടൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ അവിടെ കാണുന്ന ആ ഒരു ഏരിയ ലാസ്റ്റ് ആ മരങ്ങളൊക്കെ നിൽക്കുന്ന അതുവരയ്ക്കും ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് കേട്ടോ. അതല്ല അവിടെ നമുക്ക് ആൾറെഡി ഒരു റോഡ് ഇവിടേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിലേക്ക് വെറും ഒരു 500 മീറ്റർ പോലും ഉണ്ടാവില്ല. ആ റോഡ് പാതി വരെ വന്നിട്ടുണ്ട്, അതും കൂടി ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അവിടെ നമുക്ക് കിണർ കാണാം. കിണർ തൽക്കാലം ഒരു കുഴി ഒഴിച്ച് വെച്ചിരിക്കുന്നത്, ഫുള്ള് വെള്ളമുണ്ട്. വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. ഇതാണല്ലോ കിണർ, ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇതൊക്കെ വിത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷി ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ട്. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും അങ്ങനെ എന്ത് തരത്തിലുള്ള കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു തന്നെയാണ്. നിലം കാറ്റഗറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. തരിശായിട്ട് 1.25 ഏക്കറും ഉണ്ട്. ബാലൻസ് ഇതുപോലെ കൃഷിയായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലേ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ചക്കകളുള്ള ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു 1.25 ഏക്കർ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ കിടക്കുന്നത്. ഇത് മൊത്തം കുറച്ച് ഹൈറ്റിലാണ്, മറ്റതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി ഹൈറ്റിലാണ് ഈ 1.25 ഏക്കർ കിടക്കുന്നത്. അന്ന് ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ബാക്കി നമ്മൾ കണ്ട ആ വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പക്ക പറമ്പ് പോലത്തെ എന്തോ ഉണ്ട്. പക്ഷെ പറമ്പ് കാറ്റഗറിയിലല്ല ഉള്ളത്, നിലം കാറ്റഗറിയിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം 100 മീറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെ